പ്രിയ വിദ്യാർത്ഥികളെ, അഡ്മിഷൻ്റെ സമയത്ത് അക്കൗണ്ടൻ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് അഡ്മിഷൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രികൾ, പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേഷൻ, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ അഡ്മിഷന് ശേഷം പുതിയ പാർട്ണറെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. A and B are partners in a firm sharing profits in the ratio 2:1. C is admitted into the firm with 1/4 share in profits. He will bring in rupees 30,000 as capital and capitals of A and B are to be adjusted in the profit sharing ratio. ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും. അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ 2:1 ആണ്. സി ആണ് പുതിയ പാർട്ണർ. പുതിയ ബിസിനസ്സിൽ സിക്ക് കിട്ടുന്ന ഷെയർ 1/4 ആണ്. ദെൻ പുതിയ പാർട്ണർ 30,000 രൂപയാണ് കൊണ്ടുവരുന്നത്. പിന്നെ പറയുന്നത് ദ ക്യാപിറ്റൽസ് ഓഫ് എ ആൻഡ് ബി ആർ ടു ബി അഡ്ജസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. ദ ബാലൻസ് ഷീറ്റ് ഓൺ March 31, 2017 വാസ് ആസ് അണ്ടർ. താഴെ ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ലയബിലിറ്റി സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ജനറൽ റിസർവ് വരുന്നുണ്ട്. അപ്പോൾ ജനറൽ റിസർവ് എന്ത് ചെയ്യണം? പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് അത് ഷെയർ ചെയ്യണം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ വരുന്നുണ്ട്. ദെൻ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി, ബിൽഡിംഗ്, ഇത്രയും അക്കൗണ്ടുകളാണ് ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ളത്. അതർ ടേംസ് ഓഫ് എഗ്രിമെൻ്റ് ആർ. ദെൻ അഡ്മിഷൻ്റെ സമയത്തുള്ള മറ്റു ടേംസ് എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് സി വിൽ ബ്രിങ് ഇൻ rupees 12,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് 12,000 രൂപ പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്, ഓർ ഷെയർ ഓഫ് ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്. ദെൻ ബിൽഡിംഗ് വാസ് വാല്യൂഡ് അറ്റ് rupees 45,000. ബിൽഡിങ്ങിൻ്റെ വില വാല്യൂ ചെയ്തു 45,000 ആണ് കിട്ടുന്നത്. മെഷീനറിയുടെ വില 23,000 ആണ്. രണ്ട് റീവാലുവേഷൻ വന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ് ഈസ് ടു ബി ക്രിയേറ്റഡ് അറ്റ് 6% ഓൺ ഡെറ്റേഴ്സ്. നിലവിലെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിന് പ്രൊവിഷൻ കാണിച്ചിട്ടില്ല. അഡ്മിഷൻ്റെ സമയത്ത് ഒരു കണ്ടീഷനായിട്ട് പറയുന്നത് എത്രയാണ്? എന്താണ്? 6% പ്രൊവിഷൻ കാണിക്കണം. The capital accounts of A and B are to be adjusted by opening current account. ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസുകൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് പ്രൊപ്പോർഷനേറ്റ് ആക്കണം. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ, എക്സസ് ആണെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഷോർട്ടാണ് വരുന്നതെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ്, ഷോ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ സീസ് അഡ്മിഷൻ. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രികൾ എഴുതണം, റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ തന്നെ സീഡ് അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. നമ്മൾ ആദ്യം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്, പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്രീമിയം കൊണ്ടുവരുന്നത് ആർക്കുള്ളതാണ്? സാക്രിഫൈസിങ് പാർട്ണേഴ്സിനുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ രണ്ടാമതൊരു കാൽക്കുലേഷൻ വരുന്നത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസുകൾ പുതിയ റേഷ്യോക്ക് പ്രൊപ്പോർഷനേറ്റ് ആക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തണം? പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ കണ്ടെത്തേണ്ടത് പുതിയ ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ അഡ്മിഷന് ശേഷം എയുടെയും ബിയുടെയും ക്യാപിറ്റൽ എത്ര വരണം, എത്രയാണ് അവരുടെ ക്യാപിറ്റൽ വരേണ്ടത് ആസ് പെർ റേഷ്യോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം ജേണൽ എൻട്രികൾ എഴുതണം. എന്തൊക്കെ ജേണൽ എൻട്രികൾ വരും? പുതിയ പാർട്ണർ ക്യാഷും ക്യാപിറ്റലും കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി വരുന്നുണ്ട്. ദെൻ പ്രീമിയം ഡിവൈഡ് ചെയ്യുന്ന ജേണൽ എൻട്രി വരും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് വരുന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്യുന്ന ജേണൽ എൻട്രി വരും. അതിനുശേഷം 2-3 റീവാലുവേഷൻസ് വരുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ റീവാലുവേഷൻ,
മെഷീനറി, അതുപോലെ തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് 3 എൻട്രികൾ വരുന്നുണ്ട്. ദെൻ അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ടിലേക്ക് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സസ് ആണെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഷോർട്ടാണ് വരുന്നതെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ആണ് കണ്ടെത്തുന്നത്. ഈ ക്വസ്റ്റ്യനിൽ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 കാര്യങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളത്. 2 ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഒന്ന് ഓൾഡ് റേഷ്യോ 2:1 ആണ്. ദെൻ പുതിയ പാർട്ണറുടെ ഷെയർ 1/4 ആണ്. ഇതെങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് പുതിയ പാർട്ണർക്ക് എങ്ങനെയാണ് അതിന്റെ ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പൊ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? സിൻസ് നത്തിങ് ഈസ് ഗിവൺ ആസ് ഹൗ സി അക്വയർഡ് ഹിസ് ഷെയർ ഫ്രം എ ആൻഡ് ബി, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എ ആൻഡ് ബി സാക്രിഫൈസസ് their ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് സി ഇൻ ദ ഓൾഡ് റേഷ്യോ ദാറ്റ് ഈസ് 2:1. അങ്ങനെ സാക്രിഫൈസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സാക്രിഫൈസ് ഓൾഡ് റേഷ്യോയിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:1. ഇപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ 2:1 ആണ്. ഇപ്പോൾ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഈ റേഷ്യോയിലാണ്. ദെൻ അതിനുശേഷം പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഓൾഡ് റേഷ്യോ 2:1 ആണ്. ദെൻ പുതിയ പാർട്ണർക്ക് കിട്ടുന്നത് 1/4 ആണ്. ഓൾഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു 2:1. സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 1/4. അങ്ങനെ പുതിയ പ്രോഫിറ്റിൽ 1/4 സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ് ആർക്ക് കിട്ടുക? എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ആയിട്ടുള്ള എക്കും ബിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1/4 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ഷെയർ എത്രയാണ്? ആകെയുള്ള പ്രോഫിറ്റിൽ നിന്ന് 1/4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 വരും. അപ്പൊ ആകെ 4 ഷെയറുകളാണുള്ളത്. അതിലൊരു ഷെയറാണ് സിക്ക് കൊടുക്കുന്നത്, ബാക്കി 3 ഷെയറുകളാണ് വരുന്നത്. ഈ 3/4 ആര് ഡിവൈഡ് ചെയ്യണം? എയും ബിയും ഡിവൈഡ് ചെയ്യണം. അത് അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എക്ക് കിട്ടുന്ന ഷെയർ എത്രയാണ്? ന്യൂ ഷെയർ ഓഫ് എ ഈക്വൽ ടു 3/4 ആണ്. 2 പേർക്കും കൂടിയുള്ള ഷെയർ അത് 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 ആണ് എക്ക് കിട്ടുന്ന ഷെയർ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/12. ദെൻ ന്യൂ ഷെയർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 1/3. 2/3 ആണ് എയുടെ ഷെയർ, 1/3 ആണ് ബിയുടെ ഷെയർ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/12. ദെൻ സിയുടെ ഷെയർ എത്രയാണ്? 1/4 ആണ്. അതല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 3/12 എന്നും എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ റേഷ്യോ എത്രയാണ് വരിക? 6:3:3, അതല്ലെങ്കിൽ 2:1:1. ഇപ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:1 ആണ്. ഈ റേഷ്യോക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരുടെയും ക്യാപിറ്റലുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? അഡ്മിഷന് ശേഷം എയുടെയും ബിയുടെയും ക്യാപിറ്റൽ എത്ര വരണം എന്നാണ് ഇനി നമ്മൾ കണ്ടെത്തുന്നത്. പുതിയ റേഷ്യോ പ്രകാരം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എത്രയാണ് വരേണ്ടത്? ന്യൂ ക്യാപിറ്റൽസ് ഓഫ് എ ആൻഡ് ബി. പുതിയ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? സി ആണ് പുതിയതായിട്ട് വരുന്നത്. 1/4 ആണ് സിയുടെ ഷെയർ. അതിനുവേണ്ടി സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാണ്? 30,000 രൂപയാണ് സി ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. ഒരു ഷെയറിന് വേണ്ടി 30,000 രൂപയാണ് സി കൊണ്ടുവരുന്നത്. ബിസിനസ്സിൽ ആകെ എത്ര ഷെയർ ഉണ്ട്? 4 ഷെയറുകളുണ്ട്. അപ്പോൾ ഒരു ഷെയറിന് 30,000 രൂപയാണെങ്കിൽ 4 ഷെയറിന് എത്ര വരും? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഇസ് ഈക്വൽ ടു 1,20,000. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? 30,000 ഇൻറ്റു 4/1. അങ്ങനെ ടോട്ടൽ ക്യാപിറ്റൽ 1,20,000 ആണ് പുതിയ ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ അഡ്മിഷന് ശേഷമുള്ള ടോട്ടൽ ക്യാപിറ്റലാണ് 1,20,000. ഈ 1,20,000 ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്യണം. അങ്ങനെ എയുടെ ഷെയർ എത്രയാണെന്നും ബിയുടെ ക്യാപിറ്റൽ എത്രയാണെന്നും കണ്ടെത്തണം. ന്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു 2:1:1. ദെൻ അങ്ങനെയാണെങ്കിൽ എയുടെ ഷെയർ എത്രയാണ്? എസ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 1,20,000 ഇൻറ്റു 2/4. പുതിയ റേഷ്യോ പ്രകാരം എയുടെ ഷെയർ 2/4 ആണ്. ടോട്ടൽ ക്യാപിറ്റലിന്റെ 2/4 എത്ര വരും? 60,000 വരും. ദെൻ ബിയുടെ ക്യാപിറ്റൽ എത്ര വരണം?
1,20,000 ഇൻറ്റു 1/4. 1/4 ആണ് സിയുടെ പുതിയ ഷെയർ. 1/4 നോക്കുമ്പോൾ 30,000 ആണ് വരുന്നത്. അപ്പോൾ ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് എയുടെ ക്യാപിറ്റൽ ബാലൻസ് 60,000 കൊണ്ടുവരണം, ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് 30,000 കൊണ്ടുവരണം. അതിലെന്തെങ്കിലും ഡിഫറൻസുകൾ വരികയാണെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ജേണൽ എൻട്രികൾ എഴുതാം. അപ്പോൾ ആദ്യം ജേണൽ എൻട്രികൾ എഴുതുന്നത് പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്, പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. 30,000 രൂപ ക്യാപിറ്റലും 12,000 രൂപ പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. ടോട്ടൽ ക്യാഷ് എത്ര വരും? 42,000. രണ്ട് അക്കൗണ്ടുകളിലേക്കായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഒന്ന് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 30,000, ദെൻ പ്രീമിയം അക്കൗണ്ടിലേക്ക് അതല്ലെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ടിലേക്ക് 12,000. നരേഷൻ ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ബ്രോട്ട് ഇൻ ബൈ സി. ദെൻ ഈ പ്രീമിയം നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് സാക്രിഫൈസിങ് റേഷ്യോ 2:1. പ്രീമിയം സാക്രിഫൈസിങ് റേഷ്യോയിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്തെഴുതണം? പ്രീമിയം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എത്രയാണ് ടോട്ടൽ പ്രീമിയം? 12,000. ഇത് എക്കും ബിക്കും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,000നെ 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 8,000 ആണ് എക്ക് കിട്ടുന്ന പ്രീമിയത്തിലെ ഷെയർ. ടു ബീസ് ക്യാപിറ്റൽ എത്ര വരും? 4,000. ഇപ്പോൾ പ്രീമിയം ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച എമൗണ്ട് ആണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ആ റിസർവ് എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് കാണിക്കുന്നത് എത്രയാണ്? 6,000 റുപ്പീസ് ആണ്. ആ 6,000 റുപ്പീസ് ആണ് എക്കും ബിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു 6,000. ദെൻ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4,000 എക്ക് കിട്ടും, ബിക്ക് 2,000 കിട്ടും. അപ്പോൾ റിസർവും ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? ക്യാപിറ്റലും പ്രീമിയം കൊണ്ടുവന്നു, ദെൻ പ്രീമിയം ഡിവൈഡ് ചെയ്തു, ജനറൽ റിസർവും ഡിവൈഡ് ചെയ്തു. ഇത് നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഒരുമിച്ചാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റിൽ ബിൽഡിങ്ങിൻ്റെയും മെഷീനറിയുടെയും പുതിയ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവിഷൻ കാണിക്കേണ്ടതും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് കമ്പയർ ചെയ്യാം. 45,000 ആണ് പുതിയ വില. ദെൻ ബിൽഡിങ്ങിൻ്റെ എക്സിസ്റ്റിംഗ് ബുക്ക് വാല്യൂ എത്രയാണ്? 40,000 ആണ്. ഇപ്പോൾ 40,000 വിലയുള്ള ബിൽഡിങ് ഇപ്പോൾ അതിൻ്റെ വില 45,000 ആണ്. ബിൽഡിങ്ങിൻ്റെ വില ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആണ് അല്ലേ? റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം? ബിൽഡിംഗ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ബിൽഡിംഗ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ എത്ര എമൗണ്ട് വരും? 5,000 റുപ്പീസ് ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. 45,000 മൈനസ് 40,000, 5,000 ഡെബിറ്റ് ചെയ്യണം. ദെൻ അത്രയും എമൗണ്ട് റീവാലുവേഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ബിൽഡിംഗ്. ദെൻ ഇനി പറയുന്നത് മെഷീനറിയുടെ വില 23,000 ആണ്. 25,000 ആണ് ബാലൻസ് ഷീറ്റിൽ. എന്ന് പറയുമ്പോൾ മെഷീനറിയുടെ വില എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഡിക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ മെഷീനറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യണം. ഇത് സെപ്പറേറ്റ് എൻട്രികളായിട്ട് എഴുതാം, കോമ്പൗണ്ട് എൻട്രി ആയിട്ടും എഴുതാം. അങ്ങനെയാകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ മെഷീനറി അക്കൗണ്ടിൽ 2,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് അല്ലെ? 25,000 മൈനസ് 23,000. ഇപ്പോൾ 2,000 മെഷീനറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ദെൻ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊവിഷനെ ക്രെഡിറ്റ് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 6% ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 8,000 ആണ്. അപ്പോൾ 8,000ന്റെ 6% കാണണം. അപ്പോൾ പ്രൊവിഷനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. 8,000 ഇൻറ്റു 6/100, 480. അപ്പോൾ 2 ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ആ ടോട്ടൽ എമൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, 2,480. ഇനി നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം.
റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് റീവാലുവേഷന്റെ ജേണൽ എൻട്രികളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ആകെ 2 റീവാലുവേഷന്റെ ജേണൽ എൻട്രികളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അത് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആദ്യം ബിൽഡിങ്ങിന്റെ വിലയിലുണ്ടായിട്ടുള്ള ഇൻക്രീസ് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ ബിൽഡിംഗ് 5000. രണ്ടാമത്തെ രണ്ടും റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ ലോസ് ആവുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഏതൊക്കെ? മെഷീനറി 2000, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 480. ഇത്രയും കാര്യങ്ങളാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത്. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത് 5000, അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2520. ഇത് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോൾ പ്രോഫിറ്റ് ആണ്, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിലാണ് ലോസ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ്. അത് ആര് ഡിവൈഡ് ചെയ്യണം? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എയും ബിയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആ എമൗണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോ 2:1. അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണം? 2520 ഇൻറ്റു 2/3 കിട്ടുന്നത് 1680. ദെൻ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 2520 ഇൻറ്റു 1/3 വരുന്നത് 840. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത ജേണൽ എൻട്രി എഴുതണം. എന്താണ് ജേണൽ എൻട്രി വരിക? റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടുകളെ ക്രെഡിറ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ 2520 പ്രോഫിറ്റ് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ടുകളെ ക്രെഡിറ്റ് ചെയ്യണം. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 1680, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 840. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടുകൾ തയ്യാറാക്കാം. എല്ലാ ക്യാപിറ്റൽ അക്കൗണ്ടുകളും ഒരുമിച്ചാണ് ചെയ്യുന്നത്. 3 എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ്. ഇപ്പോൾ നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ബാലൻസുകൾ തന്നിട്ടുണ്ട്. നോക്കാം എത്രയാണ്. എയുടെ ബാലൻസ് 50,000, ബിയുടെ ബാലൻസ് 32,000. ഇത് രണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസ് ബ്രോട്ട് ഡൗൺ എയുടെ കോളത്തിൽ 50,000, ബിയുടെ കോളത്തിൽ 32,000. ഇനി ജേണൽ എൻട്രികളാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന ജേണൽ എൻട്രികളെല്ലാം ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതിൽ സി ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും പ്രീമിയം ഡിവൈഡ് ചെയ്യുന്നതും ജനറൽ റിസർവ് ഡിവൈഡ് ചെയ്യുന്നതൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ജേണൽ എൻട്രികൾ. അതിൽ ആദ്യം വരുന്നത് സി ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. സി ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് സിയുടെ കോളത്തിൽ 30,000. അതിനുശേഷം പ്രീമിയം എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പ്രീമിയം 8,000, 4,000. ദെൻ ജനറൽ റിസർവ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതും എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ജനറൽ റിസർവ് 4,000, 2,000. ഇപ്പോൾ ജേണൽ എൻട്രികൾ 3 നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തൊരു ജേണൽ എൻട്രി വരുന്നുണ്ട്. എന്താണ് ജേണൽ എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. 2 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ റീവാലുവേഷൻ 1,680, 840. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ബാലൻസുകൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് പ്രൊപ്പോർഷനേറ്റ് ആവണം. അത് എത്ര വരണം എന്നുള്ളത് നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണത്? എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരേണ്ടത് 60,000 ആണ്, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരേണ്ടത് 30,000 ആണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എയുടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു 63,680. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ നമുക്ക് 63,680 രൂപയാണ് എയുടെ ബാലൻസ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ വേറെ എൻട്രീസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ എയുടെ ബാലൻസ് വരേണ്ടത് എത്രയാണ്? 60,000 രൂപയാണ് ബാലൻസ് വരേണ്ടത്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആക്ച്വൽ ബാലൻസ് 63,680. ദെൻ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം എയുടെ ബാലൻസ് വരേണ്ടത് 60,000 എന്ന് പറയുമ്പോൾ 3,680 രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടുതലാണ്.
അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? അത് എയുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ബാലൻസ് ആയിട്ട് വരേണ്ട എമൗണ്ട് ആദ്യം എഴുതാം. ബാലൻസ് 60,000 ആണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? 3680 രൂപയെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും എത്ര ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്? 3680. ദെൻ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 38,840. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ് വരേണ്ടത്? താഴെ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 30,000 രൂപയാണ് വരേണ്ടത്. കമ്പയർ ചെയ്ത് നോക്കാം. ആക്ച്വൽ ബാലൻസ് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ് അല്ലേ? 30,000 ആണ് ക്യാപിറ്റൽ ബാലൻസ് വരേണ്ടത്. 38,840 രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. അപ്പൊ ആക്ച്വൽ ബാലൻസ് വരേണ്ടത് ബാലൻസ് ആയിട്ട് എഴുതി. അധികമുള്ള എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? 8,840 രൂപ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അധികമുള്ള ബാലൻസും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന എക്സസ് എമൗണ്ടും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? കറണ്ട് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ സിയുടെ ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30,000 രൂപ കിട്ടും. അപ്പോൾ ബാലൻസുകൾക്ക് നേരെ ഡേറ്റ് എഴുതണം. ബാലൻസ് ക്യാരി ഡൗൺ. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇവിടെ ഒരു പുതിയ ജേണൽ എൻട്രി വന്നിട്ടുണ്ട്. എന്താ ജേണൽ എൻട്രി? എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും എക്സസ് എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? അവരുടെ കറണ്ട് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രികൾ രേഖപ്പെടുത്താം. ഇപ്പോൾ ഫസ്റ്റ് എൻട്രി എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 3680 രൂപ എയുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിക്രീസ് ചെയ്യും അല്ലെ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. 3680 ഏത് അക്കൗണ്ടിലേക്കാണ്? എയുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും നമ്മൾ ഒരു എമൗണ്ട് മാറ്റുന്നുണ്ട്. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് റെഡ്യൂസ് ചെയ്യും. ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും എമൗണ്ട് ഏത് അക്കൗണ്ടിൽ വർദ്ധിക്കും? ബിയുടെ കറണ്ട് അക്കൗണ്ടിൽ വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട ജേണൽ എൻട്രികൾ എഴുതേണ്ടത്. ഇനി പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. CA കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് തയ്യാറാക്കുന്നത്. മുകളിൽ എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. താഴെ നമ്മൾ പുതിയ പാർട്ണറായിട്ടുള്ള CA കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? മുകളിലുള്ള ഓരോ ബാലൻസുകളും താഴെ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതണം. മാറ്റി എഴുതുന്ന സമയത്ത് ചില അക്കൗണ്ടുകളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബാലൻസ് മാറിയിട്ടുണ്ട്. പുതിയ ബാലൻസ് ആണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് പഴയ ബാലൻസ് ഷീറ്റിൽ 2000 രൂപയാണ് ബാലൻസ് വരുന്നത്. അതിനുശേഷം വീണ്ടും ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ട്. എപ്പോഴാണ് വന്നത്? സി ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, സി പ്രീമിയം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എത്ര വരും? 2000 കൂടെ 30,000 ക്യാപിറ്റലും 12,000 പ്രീമിയവും ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ 44,000 ആണ് ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് വരുന്നത്. ദെൻ ക്യാഷ് അറ്റ് ബാങ്കിൽ ഡിഫറൻസ് വരുന്നില്ല, അത് അതുപോലെ തന്നെ എഴുതി. ദെൻ സൺട്രി ഡെറ്റേഴ്സിന് നമുക്കറിയാം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള 8,000 ഇന്നർ കോളത്തിൽ എഴുതി. ദെൻ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? പ്രൊവിഷൻ മൈനസ് ചെയ്യണം. പ്രൊവിഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയായിരുന്നു? 8,000 × 6/100 480. ലെസ് പ്രൊവിഷൻ 480. നെറ്റ് എമൗണ്ട് വരുന്നത് 7,520. ഡെറ്റേഴ്സിൻ്റെതും പുതിയ ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തി. സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല, അത് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ദെൻ ഫർണിച്ചറിന്റെ എമൗണ്ടിൽ മാറ്റം വരുന്നില്ല, അത് അതുപോലെ എഴുതാം. മെഷീനറിയുടെ വില 25,000 ആണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. പുതിയ വില എത്രയാണ്? 23,000 ആണ്. അപ്പോൾ എഴുതേണ്ടത് എത്രയാണ്? 23,000 എഴുതണം. ദെൻ ബിൽഡിംഗ് 40,000 ആണ് എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റിൽ. അതിന്റെ ന്യൂ റേറ്റ് എത്രയാണ്? പുതിയ വില എത്രയാണ്? 45,000 ആണ്. അപ്പോൾ അസറ്റ് സൈഡിൽ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ മാറ്റി എഴുതി. ഇനി ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആണ്. ആ രണ്ട് അക്കൗണ്ടുകൾക്ക് മാറ്റം വരുന്നില്ല, അത് അതുപോലെ തന്നെ എന്ത് ചെയ്യാം? പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതാം. ക്രെഡിറ്റേഴ്സ് 8,000, ബിൽസ് പേയബിൾ 4,000. ഇനി വരുന്ന അക്കൗണ്ട് ജനറൽ റിസർവ് ആണ്. അത് നമ്മൾ ആൾറെഡി ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ഏത് അക്കൗണ്ട് വരില്ല? ജനറൽ റിസർവ് എന്ന് പറയുന്ന അക്കൗണ്ട് വരില്ല. ഇനി നമ്മൾ ഒരു പുതിയ അക്കൗണ്ട് വരുന്നുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എയുടെ എക്സസ് ക്യാപിറ്റലും ബിയുടെ എക്സസ് ക്യാപിറ്റലും കറണ്ട് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? രണ്ട് ജേണൽ എൻട്രികൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതാണ് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്.
എയുടെ കറന്റ് അക്കൗണ്ടിൽ 3680 രൂപ ക്രെഡിറ്റ് ബാലൻസ് വരുന്നുണ്ട്. ബിയുടെ കറന്റ് അക്കൗണ്ടിൽ 8840 രൂപ ക്രെഡിറ്റ് ബാലൻസ് വരുന്നുണ്ട്. അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള കറന്റ് അക്കൗണ്ടുകൾ എവിടെയാണ് കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ബിൽസ് പേബിൾ കഴിഞ്ഞ പിന്നീട് എഴുതേണ്ടത് കറന്റ് അക്കൗണ്ട്സ്. എയുടെ ബാലൻസ് 3680, ബിയുടെ ബാലൻസ് 8840, ടോട്ടൽ വരുന്നത് 12520. ഇതിനു ശേഷം എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എഴുതണം. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് എഴുതേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് വരുന്നത്? എയുടെ ബാലൻസ് 60000, ദെൻ ബിയുടെ ബാലൻസ് 30000, സിയുടെ ബാലൻസും 30000. ടോട്ടൽ ക്യാപിറ്റൽ 1,20,000. ഇനി ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. 1,44,520 അസറ്റ് സൈഡിലും 1,44,520. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്? ഇപ്പോൾ ഈ ഇലുസ്ട്രേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്? ആദ്യം സാക്രിഫൈസിങ് റേഷ്യോ കണ്ടെത്തി. സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സാക്രിഫൈസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട്. ദെൻ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടെത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത് കൊണ്ട് നമ്മൾ പുതിയ റേഷ്യോ കണ്ടെത്തി. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ പുതിയ ക്യാപിറ്റൽ ബാലൻസ് എത്ര വരണം, പുതിയ റേഷ്യോ പ്രകാരം എത്രയാണ് വരേണ്ടത് എന്ന് നമ്മൾ പിന്നീട് കണ്ടെത്തി. ദെൻ ജേണൽ എൻട്രികൾ എഴുതി. അതിനുശേഷം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയ സമയത്ത് എക്സസ് ക്യാപിറ്റൽ ബാലൻസ് ഉള്ളത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? കറന്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിന്റെ ജേണൽ എൻട്രി എഴുതി. അതിനുശേഷം നമ്മൾ പുതിയൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി. അപ്പം എങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പ്രസന്റേഷൻ ഒന്നുകൂടി കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.